എന്താ പരിപാടി ഇപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് ഇപ്പൊ എന്താ നമുക്ക് ചെയ്താലോ? നമുക്ക് സനിയേട്ടങ്ങൾ ഈ മൊബൈൽ നോക്കിയിരിക്കാണ്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യേ. എല്ലാരും ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, തോട് പറ്റിയാലോ നമുക്ക് മീൻ പിടിക്കാം. ഏത് നമ്മുടെ ബാക്കിലെ മീനെ പിടിക്കുക, എന്നിട്ട് രാത്രി കൊള്ളി വാങ്ങിട്ട് മീൻ കറിയും കൊള്ളി. അതൊക്കെ മീനുണ്ട് അല്ല, ചാലില് വെള്ളം കൂടാലല്ലേ? ഇല്ല, വെള്ളം പറഞ്ഞാ അടിപൊളി. മഴയൊന്നുമില്ല അല്ലേ? മീന്റെ കേസ് ഇവര് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കൊള്ളി നമുക്ക് മേടിക്കാൻ പോവാം. മീൻ ഇവര് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മീൻ പിടിക്കാൻ എല്ലാരും വരണം. പണിയുണ്ട് എല്ലാരും വരണം. വരാ വരാ. പ്രശ്നല്ലേ? അല്ല, പരല് കറിയും കൊള്ളി അടിപൊളി. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് സാധനം സെറ്റ്. സാധനം സെറ്റ്. ഓക്കെ, പോരെ. അടുത്ത പരിപാടി. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങിട്ടോ. അങ്ങനെ ഉണ്ണിയേട്ടത് അവിടെ പിടയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ചാലിങ്ങനെ വെള്ളം ഇങ്ങനെ ഈ കണ്ടത്തിലേക്കാണ് നമ്മളിങ്ങനെ വിടുന്നത്. ഈ കണ്ട ഇവിടെ പണിയാത്തതാണ് കേട്ടോ, ഞാറൊന്നും ഇട്ടിട്ടില്ല. ഇത് പണിയാളെ കണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതാ സെറ്റായിട്ട് നിൽക്കണത്, ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ. കുറച്ച് മേട്ടകൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാളിതവിടെ കല്ലൊക്കെ എടുത്തിട്ട് കൂടുന്ന് വയ്ക്കുകയാണ് നമ്മുടെ കണ്ണൻ. ഇവിടുന്ന് മൊത്തം ഞങ്ങൾ ഇങ്ങനെ താഴത്തേക്ക് വറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇതാടാ, ഈ താഴത്തേക്ക് ഇങ്ങനെ വറ്റിച്ച് പോകാനുള്ള പരിപാടി കേട്ടോ. പാടത്ത് നമ്മളെ പ്രതി വേണ്ട കണ്ടതിനാണ്. കുഞ്ഞിനെ വിളിക്കണ. ഹലോ, ആരെ കുഞ്ഞ്? മീൻ വന്നു തുടങ്ങിയ തന്നേട്ടൻ മീൻ കയറി തുടങ്ങി. വരമ്പ് കഴിച്ചു പിടിച്ചോ മീൻ ഒരു ബക്കറ്റ് മാറ്റി വെച്ചോട്ടോ. വെള്ളം ഊക്കാൻ വേണ്ടി ചട്ടി വന്നു. ഇവിടെ ഒരു അമർത്താണ് വെള്ളം കാണാണ്ടിരിക്കുന്നു. രാവിലെ കുറഞ്ഞ നടത്തിയായിരുന്നു. എല്ലാ കണ്ടത്തിലും കൊണ്ടൊക്കെ തോന്നുന്നു. ഉണ്ണിയാട്ടോ
പൊളിക്കാണേ പൊളിക്കുക വേഗം അവിടെ വരുമ്പോൾ ഫുള്ള് അവിടെ കെട്ടും കെട്ടി ഈ വർഷത്തെ ഒറ്റിച്ച് പിടിക്കൽ ഒന്നത്തോടെ നായിക പൊമ്പളൊക്കെ മൂത്തു സൈഡിലുണ്ട് സൈഡിലുണ്ട് വലിയ ബ്രാലാണ് കേട്ടോ ചെറുതാ അമ്പ അടിപൊളി എവിടെ ബ്രാലുണ്ടോ വെട്ടോത്തി കൊടുത്തത് ഇവിടെ യൂട്യൂബറിന്റെ ഒരു കലക്ക് പിടിച്ചോ ഒതുക്കി ഒതുക്കി ഒതുങ്ങിയതായിരുന്നല്ലോ കയ്യില് ഒതുങ്ങിട്ടാ യൂട്യൂബറിന്റെ കയ്യില് ഒതുങ്ങി ബക്കറ്റ് എടുത്ത് കൊടുത്ത് ബക്കറ്റ് ബക്കറ്റ് കൂടി പറ്റേ വെള്ളം ആളന്ന് വളർന്നു വരുന്നുള്ള പൊട്ട അങ്ങോട്ട് കയറൂട്ടോ അത് കാരണം വലുത് വരും വരട്ടെ വരട്ടെ ഇത്തോ എന്തായാലും ഇഷ്ടണ്ടോ കിട്ടോ കിട്ടോ പിടിക്കുമ്പള് സാധനം പൂശുമ്പള് കടക്കാനാണ് ഇതിപ്പോ ഏറെന്ത് പറയണ് പിടിച്ചിട്ട് തന്നെ പോവുള്ളൂ കൊള്ളി അടിക്കാം എനിക്ക് സെറ്റല്ലേ സനിട്ടാ മീനുണ്ടോ ഇഷ്ടമാരില്ലേ വാളയാണുള്ളത് വാള ചെറിയ കളിയല്ല കളി കിട്ടിയാ പിടിച്ചാ നോട്ടണേ നോട്ട പോയി ഓ കൈക്കോട്ട് കൂടലായോ ജിത്തു കൈക്കോട്ട് കൂടലായോ കല്ലിടണോ നേരത്താളല്ലേ
എന്താ ഇത് ബക്കറ്റ് അരിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്നെ അവിടെ കൊട്ടു. വെള്ളം ഒന്ന് വരിക്കട്ടെ, വെള്ളം ഒന്ന് വെള്ളം വരിക്കട്ടെ, ഇളക്കല്ല അവിടെ കെട്ടിയിട്ട് വെള്ളം തുറന്നോട്ടെ. നന്ദോട്ട് കയറുന്നു. ചെറിയ ബക്കറ്റ് 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 അവൻ്റെ പഠിക്കെത്തിണ്ടോ ഇവിടെ എത്തിണ്ടോ അടിപൊളി വേണം. അതാവൻ കൈ വെച്ചാൽ ബക്കറ്റ് വേറെ കൊണ്ടുവരാട്ടോ. ഒരു ബക്കറ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ബക്കറ്റ് ഒന്നുകൂടി ചെറുത് അവിടെ നിന്ന് ആശാമാരി കൂടി വരണ്ടേ? അങ്ങോട്ട് പോയിട്ട് അത് നോക്കിട്ട് വരണ. അതൊരു കാര്യം കേട്ടോ. ഇവിടെ കണ്ടപ്പോ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. കളിപ്പിക്കണോ സനേട്ടാ? പറ്റിച്ചൂലേ? നീർക്കോലി കയറിയിട്ട് നോക്കാം. കയ്യിലും പോകണേ. കിട്ടി. സനേട്ടാ ലാസ്റ്റ് അത് എടുത്തു. ഒതുക്കിയാ? അങ്ങോട്ട് പോയിട്ട് കിട്ടിയാ?
വെള്ളം വറ്റി ഏണ്ട് നീ ഉഷാറല്ലേ? പിന്നെ പിടിച്ച് മതിയാവണില്ലേ? അടിപൊളി അടിപൊളി ഇത് കാണണ്ട സാധനം. ഇല്ലട്ടാ ഇന്നെ ഇല്ല ചൂണ്ടിട്ട് അടിപൊളി. എത്ര കിട്ടി? ആ എന്താണ് ആരില്ലേ? ആ അല്ല നീളണ്ടല്ലേ? ആളിപ്പോ ഒത്തിരി പറഞ്ഞു പൈപ്പിന്റെ ഉള്ളിലേ കേറുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും. മറ്റേ ടീം 2 ടീമായിട്ടില്ലേ ഇറങ്ങി? ഒരാളെ ഞാൻ മാത്രമേ കാണാനുള്ള ഇവിടെ, മറ്റൊരാൾ അവിടേക്കാ പോയിക്കണം ഫ്രണ്ടിലേക്ക്. മറ്റൊരു കുറച്ച് ആൾക്കാർ പിന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊരു 10 കിട്ടിയാൽ മതി. അടിപൊളി. എന്താ വിഷയം നോക്ക്. അവിടെ വെള്ളം ഉണ്ടായി ഇത്രണ്ടോ? ശരിക്കോ വെറും പറക്കലല്ലേ? ഇങ്ങോട്ട് നോക്കി ശരിക്കും ഇങ്ങോട്ട് നോക്ക്. ഏയ് ഫുൾ തിരക്കാണ് എല്ലാവർക്കും. ഇവിടെയാണ് കൂടുതൽ മീൻ കേട്ടോ. കണ്ടോ ഇവിടെയാണ് കൂടുതൽ, അവിടെ കുറവാ. പറക്കണ പറക്കുക വെറും പറക്കിടുക അല്ലേ ശരിയല്ലേ? ശരിയല്ലേ? നല്ല തിരക്കിലാണ്. പിന്നെ ബ്രാലയിൽ കയറിണ്ടോടാ, ചെലുക്കൊക്കെ പറക്കിട്ട കണ്ടോ? ബ്രാലി 10 കയറിണ്ടോടാ. ഏട്ടാ ഒന്നുകൊണ്ട് മാറി ഇതൊന്നും വിളിച്ചോ. ഒരു കവർ നോക്കണം, കുട്ടറ കയ്യിലുള്ള കവർ ചിലപ്പോൾ പൊളിയും. കാമ്പിയല്ലടാ അത്, അതാണ് ആറില്ലേ? അല്ല കിട്ടിയ കിട്ടിയ നേരത്തെ കണ്ടത്, നേരത്തെ കിട്ടി. രണ്ടാമത് പിടിച്ചത് അത് വേറെ ആരില്ലേ? രണ്ടാമേ ഇതിൽ ഇനി ആൾക്കാരുണ്ട്.
പൊത്തിന്റെ കണ്ണാ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ ആരിലുണ്ട് നല്ല സുഖം പിടിക്കും ഒരാളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി വരണോടാ എന്താ കൊമ്പിയ ചിഗൂസ് അതിലെത്ര മീനാച്ചിട്ടാ മീൻ കൊടുത്തില്ലേ അതിലല്ലേ ഇനിയിപ്പോ ആ നിലത്തേക്ക് കൊണ്ടാ പോടാ കാലിലേക്ക് വിടാ അത്ര ചോദിച്ചില്ല ഒരു മീൻ ബ്രാലാണോ നീർക്കോലിയാണോ നോക്കി പോയാ മീനുണ്ടല്ലോ അച്ചമ്മലേനെ കൂടി കേട്ടോ അച്ചമ്മലേനെ തല പൊളിഞ്ഞു തല പൊളിഞ്ഞു വെള്ളം കയറ്റി വെള്ളം കയറ്റി വെള്ളം കേട്ടോ അതങ്ങോട്ട് ബാക്കിൽ പറയില്ലേ അയ്യോ ഗ്യാപ്പുണ്ടോ ഉള്ളിൽ ഗ്യാപ്പുണ്ടോ നീ രണ്ടാമത്തെ വരും ഇതിന്റെ ഉള്ളിൽ ഇവരെത്ര കാലം ശ്വാസം ഇവിടെ ഇത്ര കാലം വെറുതെ ഇവിടെ ചൂണ്ടെടുത്തൂലേ നിറച്ച് മീനാട്ടോ അതില് കംപ്ലീറ്റ് മീനാണ് ഇതില് ആ കല്ലിൻ്റെ ഇടയിൽ ഉണ്ടാവും ഒരാള് പൊട്ടത്തിയാണോ ഓർത്തെടുക്കാൻ പോയി
ടോർച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. കണ്ടിക്കായ ആവശ്യമില്ല. ഒരാൾ വണ്ടി കൊണ്ട് കൊള്ളി ഓടിക്കുമ്പോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സമ്പാദ്യം. നാരകൻ. ഞാൻ നാരകൻ. അല്ല അത് കുഴപ്പമില്ലടാ. ഓരോരുത്തരുടെ പേര് പിടിക്കാനാ കൊള്ളി വാങ്ങാൻ പിന്നെ പോവാ. ഗുണ്ടായിരുന്നു ജിത്തു അങ്ങനെ ഫോട്ടോ എടുത്തില്ല കേട്ടോ. അത് കറി ഹായ്, കണ്ടില്ലേ മീനെ കണ്ടില്ലേ? പൊരിക്കൂട്ടെ ഞങ്ങൾ പൊരിക്കും. പൊള്ളി മീൻ ഞങ്ങളുടെ പുലിത്താരം. പുലിത്താരാണ് ഞങ്ങളുടെ. അങ്ങനെ നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ അവിടെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉരച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ബുധനും വ്യാഴം വെള്ളിയൊക്കെ ലീവ് കൊടുക്കും. ഞായറാഴ്ച പഠിക്കും. ഉറച്ച് കഴിക്കോ? സൂപ്പർ സൂപ്പർ, ഫ്രഷ് ഫ്രഷ്. നന്നാക്കൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊപ്പിയും പൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. കത്തിരവിടെ കത്തിരവിടെ മറ്റേ പൊട്ടിയില്ലേ അത്? സജ്ജേട്ടാ നമ്മുടെ നാടൻ മീൻ നന്നാക്കണ പോലെ കത്തി കൊണ്ടാണ് നന്നാക്കണത്. ഇവിടെ കത്തിരിക്ക വെച്ചിട്ടുള്ള അഭ്യാസമാണ്. അതെ, ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ്. അതെ, അപ്പൊ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അതെ. ഇതാണ് നമ്മുടെ ആരല്. ആരകൻ ആരല് കുറെ പേരുണ്ട് കേട്ടോ ഈ സാധനത്തിന്. പല സ്ഥലത്തും പല പേരുകളാണ്. നല്ല അടിപൊളി മുള്ളാണ് ഇതിന്റെ. ശുദ്ധമായ വെള്ളത്തിൽ മീൻ കഴുകുന്നു.
ഓക്കെ ഇനി വീട്ടിൽ വിട്ട് ഒന്നുകൂടെ കഴുകാം. ഓക്കെ. ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തു. ഞങ്ങളങ്ങനെ അതാ മീനിന് പാചകം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇനി ഞങ്ങളാണ് പോണത്. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ, ഇനി കുക്കിങ് ഓക്കെ സെറ്റ്. കുക്കിംഗ് നമ്മുടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി പോയി. അത് കാരണം രാത്രിയാണ് ഞങ്ങളുടെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മീൻ കറിയിലേക്കുള്ള ഇഞ്ചി ചുവന്നുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തങ്കമണിയേച്ചിയുടെ വീട്ടിലാണ്, സജിയേട്ടൻ്റെ വീട്ടിലാണ്. ഇതാ തങ്കമണിയേച്ചി ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടൂറ് പോയതിൻ്റെ ബാക്കിയുള്ള ഗ്യാസാണ്. ഗ്യാസ് ഓപ്പൺ ചെയ്യണത് നമ്മുടെ ഉണ്ണിയേട്ടനാട്ടോ. ഓപ്പൺ ആയിട്ടുണ്ട്. ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മീൻ കഴുകിയിട്ടുണ്ടായിരുന്നാണ്. അവിടുത്തെ കഴുകൽ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ ഉപ്പിട്ടിട്ട് കഴുകുകയാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ല പോലെ കഴുകുകയാണ്. വേറെ പാത്രം ആ മുളക് നന്നാക്കുന്നു, ഇഞ്ചി കഴുകുന്നു, കീറിട്ടാണ്ട് ഇടുന്നുണ്ടോ? നല്ല എരിയണ മുളക് കേട്ടോ. അവസ്ഥ വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയാണ്. വെളുത്തുള്ളി ഇഞ്ചി ആദ്യം എണ്ണയിലിട്ടിട്ട് മെരുക്കി എടുക്കുന്നു. വേപ്പിൻ്റെ ഇലട്ടുണ്ട്, പച്ചമുളക്, കൊച്ചുള്ളി, ചുവന്നുള്ളി, കൊള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ്, പൊടിപ്പ് കേട്ടോ. തക്കാളി, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞപ്പൊടി പൊടി,
കൊടംപുളി വെള്ളം. ഫിഷ് മസാല. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് തിളയ്ക്കാൻ വെക്കാം. നമ്മളങ്ങനെ നമ്മളുടെ മീൻ ഇടുക കേട്ടോ. വാവ് സൂപ്പർ. മുള്ളു നോക്കണട്ടാ. ഒരുമിച്ച് കഴിക്കണം അല്ലെങ്കിൽ മറ്റേ ഇത് പൂച്ചറ കളിക്കാൻ മീൻ വളർത്തും പോലെ മീൻ കഷ്ണം കഴിക്കാം. അവരെ എത്ര നേരമായിട്ട് മീൻ പിടിച്ചോലെ ഇരിക്കടഗിരിയെ സാധനം കൊള്ളിയാനുണ്ട്. പൊരിച്ചില്ലേ? അടിപൊളി. മീൻകറി സൂപ്പർ. രണ്ടുപേരും കൂടി വരാണ്ട്. അവര് കടയ്ക്ക് പോയേക്കാൻ തോന്നുന്നു. ഇപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ധൃതിയിലാണ് എല്ലാവരും. 5 പ്രാവശ്യം വിളിച്ചാ ആദ്യം പറ്റങ്ങൾ എടുത്തി 5 പ്രാവശ്യം വിളിച്ചിട്ടാണല്ലേ നിങ്ങൾ ഈ കൊള്ളി കഴിക്കില്ല. എന്റെ തങ്കം കറിയില്ല, പിന്നെ എന്തിനാ ചോറെടുത്ത കാര്യം? ചിക്കൻ കറി ചോദിച്ചിട്ടുണ്ടാ? അതെ, ഇത് കുട്ടികളുടെ കേട്ടോ. രണ്ടുപേര് മിസ്സിങ് ആയിരുന്നു. അവര് കടയിൽ പോയിട്ട് വരാൻ നേരം വഴുകി. അപ്പൊ അതാ അവര് കഴിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ പൊളിമൂട് സാധനമുണ്ട്. ഫുഡ് സൂപ്പർ. പൊളി. നമ്മുടെ 3 ആൾക്കാര് മിസ്സിങ് ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ പിടിച്ചു, കൈയോടെ പിടിച്ചു. എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? മിസ്സിങ് ആയിരുന്നു. വിരുന്നാരെ വീട്ടിൽ വന്നിരിക്കണ പോലെ
അടുത്ത സെറ്റ് ആക്കണം നമുക്ക്. അടിപൊളിയാക്കണം.